This news is sponsored by Muscat Duty Paid Shop, Sokoso Convent School in സമീപം മാള. രവീന്ദ്രേട്ട നമസ്കാരം. നമസ്കാരം. അതായത് നമ്മുടെ ഒരു മഹോത്സവം കഴിഞ്ഞൊരു പ്രതീതി ഉണ്ടല്ലോ ഇവിടെ മാളക്കടവിൽ. അപ്പോൾ നിലവിൽ ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ഈ മാളക്കടവ് കാട് പിടിച്ച് കിടക്കണായിരുന്നു. ഇവിടെ എന്താ പറയുക, നായകളും മറ്റുള്ള ഇഴജന്തുക്കളും എല്ലാം മറന്ന് വസിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് മാളക്കടവോത്സവം എന്നൊരു പ്രോഗ്രാം നമ്മുടെ മാളയിലെ കുറച്ച് ചെറുപ്പക്കാർ ഗായകരെ കൂടി ചേർന്ന് നടത്തിയത്. അപ്പോൾ നിലവിലിപ്പോൾ ആ ഒരു അനുഭവം താങ്കളിൽ എന്താണ് പുതിയൊരു ഉണർവേകിയത്? ഇപ്പോൾ ഈ ഇശൽ സൺഡേ എന്ന പേരിൽ മാളക്കടവ് കൂട്ടായ്മ മാളയിൽ എന്നെ മാത്രമല്ല മാളയുടെ മുഴുവൻ ജനവിഭാഗങ്ങളിലും ഒരു പുതിയ പുത്തൻ അനുഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ മാള ദർശിക്കാത്ത രീതിയിലേക്കുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂട്ടായ്മകൾ അത് വന്നു ചേരാന്ന് പറഞ്ഞാൽ മാളയിൽ ഞങ്ങളെ പോലുള്ള ഒരു എളിയ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം പ്രതീക്ഷിച്ചതല്ല. കാരണം മാളയുടെ ഈ സാംസ്കാരിക രംഗത്തെ ചരിത്രം അതാണ്. മാള ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും മാള വികസനക്ഷേമ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും മറ്റുള്ള രംഗത്തും മാള വലിയ ഉയർന്നു മാറി. ജനങ്ങളുടെ ജീവിതശൈലിയിലും അല്ലെങ്കിൽ അവരുടെ മറ്റേ ജീവിത സാഹചര്യങ്ങൾ വലിയ മാറ്റം വന്നു. പക്ഷേ നമുക്കൊരു നമ്മുടെ സാംസ്കാരിക രംഗത്ത് മാള വട്ടപൂജ നമുക്കറിയാം. നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തറിയോ, കുറേ കാലങ്ങൾക്ക് കൊണ്ട് പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഇപ്പോൾ ഇവിടെ മറ്റേ നമ്മുടെ കേച്ചൻ സുബൈർക്ക, അതുപോലെ തന്നെ നമ്മുടെ എ വാസേട്ടൻ വലിയറമ്പിലെ എ വാസേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ കലാമുക്ക, അതായത് അങ്ങനെ കുറെ ആൾക്കാർ മാത്രം അവരുടെ നേതൃത്വത്തിലുള്ള കുറെ കലാപ്രവർത്തനം നടന്നു. അതിനുശേഷം നമ്മുടെ അങ്ങനെയൊക്കെ പിന്നെ ഷാരത്ത് നാടകരംഗം, അത് മുഖ്യമായിട്ട് നാടകരംഗങ്ങളായിരുന്നു. അല്ല, കലാസാംസ്കാരിക രംഗത്തിന്റെ എല്ലാ രീതിയിലേക്കുള്ള വികാസങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ല. പിന്നെ അത് ഏതാണ്ട് പൂർണ്ണമായി നിന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യക്തികൾ ഇപ്പൊ അതിലൊന്നും എനിക്ക് എല്ലാവരും മനസ്സിലായി കലകൾ. എനിക്ക് ഞാൻ പറഞ്ഞത് അതിൽ എനിക്കൊരു ഹൃദ്യമായി തോന്നിയത് ഇപ്പോൾ സുധീർ പോലെയുള്ള ഒറ്റയാന്മാരുടെ ചില പ്രവർത്തനം, അല്ലാണ്ട് ഒരു കൂട്ടായ പ്രവർത്തനം മാളയിൽ എല്ലാവരും ഏകോപിച്ചുകൊണ്ടുവരില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ അധികം ഒന്നും പറയാൻ അതിങ്ങനെ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അനുഭവം മാളയെ സംബന്ധിച്ചോളം നമ്മൾ തീരുമാനിച്ചാൽ നടക്കും എന്നുള്ളതാണ്. അപ്പൊ ഇല്ലാതിരുന്ന ഒരു പൈതൃകത്തിന്റെയും ഉണ്ട്. അതെ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച പഞ്ചായത്തിന്റെ ഇപ്പോൾ ഞങ്ങളൊരു ആലോചന പിന്നെ പുറത്തു വന്നു. കാരണം ഈ പദ്ധതികളെല്ലാം പഞ്ചായത്ത് ഏറ്റെടുത്താലോ. ഇപ്പൊ 2025-26 പദ്ധതിയിൽ വരുമ്പോൾ ഞങ്ങൾ അതിന്റെ പണിപ്പുരയിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന നമ്മുടെ കൂട്ടായ്മയെ സംഘടിപ്പിച്ചവരുമായി ബന്ധപ്പെട്ടും ഈ കടവുമായി ബന്ധപ്പെട്ടും ഇനി വരാനുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മുഴുവൻ ജനവിഭാഗത്തിന്റെയും ആ രീതിയിലേക്കുള്ള ഒരു പങ്കാളിത്തമുള്ള ഒരു വലിയ മഹാസംഗമമാക്കാൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാള ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്യണം, അതിലൊരു അഭിപ്രായമൊക്കെ പറയേണ്ടത് നിങ്ങളാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികൾ തയ്യാറാക്കാൻ മാള ഗ്രാമപഞ്ചായത്ത് തയ്യാറാണ്. ഇപ്പൊ എനിക്ക് തോന്നിയത് എന്തറിയോ, അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ വീട്ടിലിരുന്നത്. അതാണ് ഈ ഒരു അവസരം വന്നപ്പോഴാണ് ഞാനിവിടെ വന്നപ്പോൾ ഞാനിവിടെ വന്ന 5 ദിവസം ഞാനിവിടെ ഉണ്ടായി. അല്ല, 26-ാം തീയതി തൊട്ട് 1-ാം തീയതി വരെ. ശരി, അല്ല 31 ദിവസം 31-ാം തീയതി വരെ 6 ദിവസം ഞാൻ വൈകിട്ട് ഇവിടെ ഉണ്ട്. പലരും എന്റെ പരിചയക്കാരെല്ലാവരും ഉണ്ട്. പക്ഷെ അവരെല്ലാം കുടുംബസമേതം വന്നേക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞു, അവള് വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു, അല്ല വീട്ടിൽ കുറച്ച് ദിവസം പറയണേ ഒന്ന് പോണം അവിടെ, അല്ലേ? അങ്ങനെയാണല്ലോ ഈ പുറം ലോകത്തും ഈ പറഞ്ഞ എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളും ആ കാര്യങ്ങളും ഉണ്ടാവണം. ഇത് മനസ്സിന്റെ ഒരു ഉയർച്ചയാണ്. ഇന്ന് കാലികമായി ഇന്ത്യ രാജ്യം അനുഭവപ്പെടുന്ന വലിയ രീതിയിലൊക്കെയുള്ള ചിത്രമായിട്ടുള്ള അവസ്ഥകളുണ്ട്. അതിൽ കേരളം ഒരു മാതൃകയാണ്. അതിന് ബദലാണ്. അതിൽ മുഴുവനായിട്ടും നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണത്തിനും അതീതമായ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക. അതിന്റെ ഒരു വേദിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതന്നെ, എല്ലാവരുമായി ചേരുക എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ മനസ്സ് വിശാലമാവുക. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ കൊച്ചി മറ്റേ നമ്മുടെ ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് കൊച്ചി, കോഴിക്കോട് എവിടെയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇല്ലാത്ത വലിയ ഇതിലേക്കുള്ള കാര്യങ്ങൾ അത് മാളയിലായിക്കൂടെ? മാളയിലാവാലോ. അപ്പൊ അതിൽ നിങ്ങളെ പോലുള്ള വലിയ കലാകാരന്മാരുടെ വലിയ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. വലിയ കലാകാരന്മാരുടെ കൂട്ടായ്മ കൂടി ഉണ്ടായി. സ്പെഷ്യൽ സൺഡേ എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ ദുർവ്യാഖ്യാനിക്കുന്ന ചില രീതിയിലേക്ക് എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അവർ ഈ വേദിയിൽ പ്രഖ്യാപിച്ച കാര്യം എന്താ, ഏത് രാഷ്ട്രീയ പ്രവർത്തകനും ഏത് സംഘടനാ പ്രവർത്തകനും ഏത് മത വിശ്വാസികൾക്കും ഈ സംഘടനയിൽ ചേരാം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരുടെയും അതിനെ പാർശ്വവൽക്കരിക്കപ്പെടരുത്. അത് ആ പറയുന്ന സംരംഭത്തെ ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കടവടക്കം വരുന്ന നമ്മുടെ മുസ്ലിംസ് പദ്ധതിയുടെ വലിയ പദ്ധതി വരാൻ പോണേ, മുഴുവൻ ജനങ്ങൾക്ക് സമർപ്പിക്കാവുന്ന പദ്ധതി, അതിന്റെ ഒരു മുന്നൊരുക്ക പ്രവർത്തനം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എന്താ നമ്മൾ ഉദ്ദേശിച്ചത് അതാണ് ഇവിടെ വരാൻ പോകുന്നത്, അതാണ് വരുന്നത്. അപ്പോൾ കലാ സാംസ്കാരിക രംഗത്തെ ആൾക്കാർ മറ്റേ ആ രീതിയിലേക്ക് പ്രോത്സാഹിപ്പിക്കാനും അവരെ മാളയുടെ സമ്പത്താക്കാനും അത് നമ്മുടെ അസറ്റാക്കി മാറാനും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാളയുടെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സംസ്കാരത്തിൽ കൂടി
വളർത്തിയെടുക്കാനാണ് എന്നെ ആഗ്രഹിക്കുന്നത്. എത്രമാത്രം അത് അതിന് വേണ്ടിയിട്ടുള്ള പരമാവധി പ്രവർത്തനം ഉണ്ടാവും. നിലവിൽ നടന്ന പരിപാടിക്ക് പഞ്ചായത്തിന്റെ സപ്പോർട്ട് അല്ലാതെ ഫണ്ട് സംബന്ധമായി ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്തിന് ചില നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട്. പഞ്ചായത്തിന് അങ്ങനെ ഫണ്ട് എടുത്ത് കൊടുക്കാൻ അതാണ് പറഞ്ഞത്, അതിന് പ്രോജക്റ്റ് ഉണ്ടാക്കണം. പ്രോജക്റ്റ് ഇതിന്റെ ഭാഗമായി ഉണ്ടായാൽ പ്രോജക്റ്റിന് ചെലവ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഒരു പൈസ പോലും ഇതിലേക്ക് വരാൻ നിങ്ങൾ എന്തിനാ പഞ്ചായത്തിന്റെ പൊതുപണം എടുത്ത് എന്താ ചെലവ് ചെയ്തത്? അപ്പൊ അത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് അത് സംഘടിപ്പിച്ച് സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഇന്നിപ്പോ സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പഞ്ചായത്തുകൾക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളും ചെയ്യുന്നുണ്ട്. മാള ഗ്രാമപഞ്ചായത്തും അത് അടുത്ത വർഷത്തേക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു കൂടിയാലോചനയുടെ നമുക്ക് അതിന്റെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒറ്റ കാര്യം മാത്രമാണ് മാള കടവിന്റെ ആളുകൾ നമ്മളോട് പറഞ്ഞത്. അതായത് എന്തൊരു പ്രോഗ്രാം വന്നാലും മാള പഞ്ചായത്ത് ഈ ഒരു സംരംഭം ഏറ്റെടുത്താലും അവരെയും കൂടി ഉൾപ്പെടുത്തണം എന്നുകൊണ്ട്. ആയിക്കോട്ടെ, അതുണ്ടാവും. അപ്പൊ അതാണ് അവര് ആഗ്രഹം നമ്മളോട് വെച്ച ഒരു കാര്യം. അല്ല, നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും ഈ ഭൗതിക സാഹചര്യം ഒരുക്കുമ്പോഴും അതിന്റെ മുഖ്യമായിട്ടുള്ള അടിത്തറ കലാകാരന്മാരാണ്, അല്ലേ? ആ സാംസ്കാരിക പ്രവർത്തകരാണ്. അവരെ മാറ്റിയെടുത്തിട്ട് എന്ത് സംഘടിപ്പിക്കാനാ? അല്ല, ഒന്നും സംഘടിപ്പിക്കാൻ പറ്റില്ല. പൈസ ചെലവാക്കണം ചില കാര്യം. അതിൽ അങ്ങനെ ആരും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം മാള ഗ്രാമപഞ്ചായത്തിൽ. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടുകൂടി പറയുന്നത് ഒരു കാര്യം കൂടി, മാളയുടെ ഏറ്റവും വലിയൊരു കലാകാരനാണ് മാള അരവിന്ദൻ. ശരി, പരന്തേട്ടൻ എന്റെ അയൽവക്കക്കാരനാണ്. പക്ഷെ കാലങ്ങളായി ചില ആവശ്യങ്ങൾ ഇതിന്റെ അദ്ദേഹത്തിന് ഒരു സ്മാരകം എന്നുള്ളതിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ചില പക്ഷെ ഇപ്പൊ നമ്മളൊരു തീരുമാനം, ഇപ്പൊ നാളത്തെ 3-ാം തീയതി 3/1 എന്ന് വെച്ചാൽ നാളത്തെ ഡേറ്റ് കാലത്ത് 10:30 ഇടുന്ന യോഗത്തിലെ ഒരു പ്രധാന അജണ്ട ഇപ്പൊ മാള കുളം അതിന്റെ കമനീയമായിട്ടുള്ള ഒരു സായന പാർക്കാക്കാണ്. വലിയ ലൈറ്റ് സംവിധാനങ്ങളോടൊക്കെ വരെയാണ്. ആർക്കും ഏത് ഈ പറഞ്ഞ നമ്മൾ നടത്തിയ പരിപാടി പോലെ ചെറിയ ചെറിയ പരിപാടികൾ അതിലും നടത്താം. സായന പാർക്ക് ആ പറയുന്ന ഒരു പാർക്കിന് മഹാനായ കലാകാരൻ അരവിന്ദേട്ടന്റെ പേര് നാമധേയം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അല്ല, അത് നാളത്തെ കമ്മിറ്റിയിൽ അത് അയക്കേണ്ട പാസ്സാവും എന്നാണ് ഞങ്ങൾ. മാളക്കാർക്ക് മൊത്തത്തിൽ സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. കാരണം വർഷങ്ങളായിട്ട് ഒരു ചർച്ചയും തർക്കവും നടക്കുന്ന ഒരു വിഷയമാണ്. അല്ല, അതിന് പരിഹാരം ഉണ്ടാവണം. അപ്പോ മാളക്കുളത്തിന് ഇനി മുതൽ മാള അരവിന്ദൻ എന്നൊരു സായാഹ്ന പാർക്ക് എന്നൊരു നാമകരണം വരാൻ പോണ്. അതിപ്പോ ഒഫീഷ്യലായിട്ട് നമ്മളിലൂടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രനെ അറിയിച്ചിരിക്കുകയാണ്. അതിന് നല്ലൊരു കയ്യടി എല്ലാവരും പഞ്ചായത്തിന് കൊടുക്കണം. കാരണം ഒരുപാട് നാളുകളായി ആ ഒരു ചർച്ച നടക്കുന്നത്. വീണ്ടും നമ്മുടെ ഈ കടകോത്സവത്തിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇനി പഞ്ചായത്ത് ഇത് ഭരണം മാറാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ജനങ്ങൾ തീരുമാനിക്കണം. അപ്പോ നിലവിൽ ഈ വരുന്ന ഏതൊരു ഭരണസമിതി വന്നാലും ഈ ഒരു മാള കടകോത്സവം നിലവിൽ നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവില്ലേ? അല്ല, അതിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ നടക്കുന്ന മുസ്ലിംസ് പദ്ധതി അതിന്റെ ഭാഗമായിട്ട് MOU ഒപ്പിട്ടു കാര്യങ്ങൾ ചെയ്താൽ ഏത് ഭരണസമിതി വന്നാലും അത് തുടർന്നു പോയേ പറ്റുള്ളൂ. അത് നിയമാനുസൃതം ചെയ്യേണ്ട കാര്യം. രണ്ടാമത് കൂട്ടി പറയുന്നത്, ഞങ്ങൾ ഈ മാളയുടെ മറ്റേ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലും ഇന്ന് കാണുന്ന മാറ്റങ്ങളിലേക്കും ഇന്ന് കേരളത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പഞ്ചായത്ത് മാള ഒരു മുനിസിപ്പാലിറ്റിയിൽ മാറുന്ന പഞ്ചായത്താ. അങ്ങനെ കൊണ്ടുവന്നെത്തിച്ച് 2 ടൈമിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലാണ്. അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ കൈയൊഴിയില്ല. അപ്പോൾ മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ജനങ്ങൾ ആഗ്രഹിക്കില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ തുടർന്നുള്ള ഇതാര് വന്നാലും ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, അതായത് ഈ ഒരു മാറ്റം ഒരു ഭരണാധികാരിക്കും അല്ലെങ്കിൽ ഒരു ഭരണസംഘടനയ്ക്കും മാറ്റന്മാരെ വരാൻ പറ്റില്ല. കാരണം അവരുടെ കൂടെയാണ് ഒരു ജനകീയ ഭരണകൂടം പോകേണ്ടത്. അതൊരിക്കലും ഏത് മാറി വന്ന ഭരണസമിതി ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഏത് ഭരണസമിതി വന്നാലും അത് ഇതിന്റെ ഒപ്പം ജനങ്ങളുടെ ഒപ്പം തന്നെ പോയി, എന്നാലും ആ ഭരണസഭയ്ക്ക് നിലനിൽപ്പുള്ളൂ. അതാണ് സത്യം. അപ്പൊ രവിചേട്ടാ, ഇവിടെ ഈ 6 ദിവസം നടന്നൊരു പ്രോഗ്രാം ഉണ്ട്. പല തരത്തിലുള്ള ആളുകൾ നമ്മളിവിടെ വന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറെ ബംഗാളികളും അതുപോലെ തന്നെ കാണാൻ വന്നവരും അതുപോലെ തന്നെ കുറെ എന്താ പറയാ അവശത കലാകാരന്മാരായിട്ട് കിടന്ന എല്ലാവരും അവശ കലാകാരന്മാരായിട്ട് കിടന്നവരും ഇവിടെ പാടാനും എല്ലാത്തിനും, അതായത് ഇവിടെ നടന്നൊരു ഒരു പയ്യൻ പോലും അതിന് വരെ ഒരു അമ്പാടി എന്ന് പറയുന്ന പയ്യൻ പോലും അതിനകത്ത് അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അവരെ പറ്റി എന്താണ് പഞ്ചായത്തിന് പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന് ഒന്നിനുമല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടത് അത് കുറെ കാലം വിവിധ തലങ്ങളിൽ നിന്നുള്ള എനിക്ക് തോന്നി ഈ സർഗാത്മകമുള്ള കഴിവുള്ള ഒരു ഇത്ര ഈ മാളയിലുണ്ടോ? ഇത് അല്ല, ഞാനിപ്പോ ഈ പറഞ്ഞ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരെല്ലാം പാടി, എല്ലാവരും മെച്ചപ്പാട്ട് പാടി. ഇവരുടെ ഉള്ളിലൊക്കെ സർഗാത്മകതയുണ്ട്, പക്ഷെ അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇപ്പൊ ഇത് അവസാനമായി പറയുന്നത്, ഈ കലാകാരന്മാരെ എല്ലാം മാള ഗ്രാമപഞ്ചായത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അവരെല്ലാം തന്നെ മാള പഞ്ചായത്തിന്റെ സമ്പത്താണ്. അവരെല്ലാം തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം അസറ്റുകളാണ്. അവർക്ക് പ്രത്യേകമായുള്ള അഭിനന്ദനം. ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു, ഒന്നിനുമല്ലാതെ നിസ്വാർത്ഥമായുള്ള സേവനം
അല്ലെ? കലയോടുള്ള സ്നേഹം, ഇഷ്ടം കൊണ്ട് സമൂഹത്തോടുള്ള സ്നേഹം, അതാണ് ഏറ്റവും പ്രധാനം. സമൂഹത്തോടുള്ള സ്നേഹം കൂടിയാണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള മാള ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ നിലവിൽ നമ്മുടെ മാളക്കടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരമായിരുന്നു നമ്മളുടെ ടി പി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് കാര്യങ്ങളാണ് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കടവോത്സവം എന്നൊരു സംഭവം പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തും എന്നൊരു രീതിയിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാള അരവിന്ദൻ്റെ നാമകരണത്തിലുള്ള ഒരു സ്ഥലം, അതിനും ഇതുപോലെ നമ്മുടെ മാളക്കുളം തന്നെയാണ്. മാളക്കുളം അതിന്റെ ഇപ്പൊ ഒരു വലിയ മറ്റേ സായന പാർക്കാണ്. അതിലെ വലിയ ലൈറ്റിംഗ് സൗകര്യവും എല്ലാവർക്കും രാത്രി വരാനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളിലേക്ക് വരണം. ആ ഒരു സംവിധാനം അതിനാണ്. അതിലൊരു എന്താ പറയുക, ഒരു വിശാലതയും ഒരു നൈർമല്യവും ഉണ്ട്. അതെ, അത് ഒരു കലാകാരന് നേരിടാൻ പറ്റിയ ഒരു സ്ഥലമാണ്. സത്യത്തില് ആപ്റ്റാണ് അതിപ്പോ. അതെ അതെ, ആ ഒരു സ്ഥലത്തിന് മാള അരവിന്ദന്റെ പേരെന്ന് പറയുന്നത് അത്രയും കലയും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു തീരുമാനമായേക്കാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും കലയെ വളർത്തണമെന്നാണ് ഇപ്പൊ നിലവിലുള്ള പഞ്ചായത്തിന്റെ തീരുമാനം. അതിന് എല്ലാ അർത്ഥത്തിലും നമ്മൾ നാട്ടുകാരും ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, സൊക്കോസോ കോൺവെന്റ് സ്കൂളിന് സമീപം, മാള. അമിതവേഗം വളർന്നു പന്തലിക്കുന്ന മാളയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. വിലയിലും മികവിലും ഗുണമേന്മയിലും വിലക്കുറവിലും നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, മാള. വിവിധങ്ങളായ വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പെർഫ്യൂംസ്, ബ്യൂട്ടി ക്രീംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, സ്കൂൾ സാനിറ്ററി ഐറ്റംസ്, ചോക്ലേറ്റ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് നിയർ സൊക്കോസോ കോൺവെന്റ്, മാള. ഫോൺ നമ്പർ 8943676300. മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് നിയർ കോൺവെന്റ് സ്കൂൾ, മാള.